പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 28 ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. ഈ മാസത്തിൻ്റെ ലാസ്റ്റ് ദിവസം, അവസാന ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവ് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിൻ്റെ 2 മാസക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം 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 സ്തോത്രം. പിതാവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആമേൻ, ഈ ശബ്ദങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അമേൻ അമേൻ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ഈ പകൽക്കാലം അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ പ്രഭാതത്തിൽ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലേക്കും ദൈവിക രോഗശാന്തി വ്യാപരിക്കട്ടെ, ദൈവിക ആരോഗ്യം വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ നോർമൽ അല്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ബ്ലഡ് ഷുഗർ നോർമൽ അല്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകളൊക്കെയും ആ ശരീരത്തിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ആർത്രൈറ്റിസിൻ്റെ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോലിയിൽ അവർക്ക് സ്വസ്ഥതയുണ്ടാകട്ടെ, സമാധാനത്തോടെ ജോലി ചെയ്യുവാൻ ദൈവകൃപയുണ്ടാകട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധിയും ആമേൻ അതിനു വേണ്ടുന്ന കൃപയും കൊടുക്കണം. പ്രത്യേകിച്ച് ദൂര രാജ്യങ്ങളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അവർ തനിച്ച് അവിടെ ആയിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേക പ്രൊട്ടക്ഷൻ അവർക്കുണ്ടാകണം. അതുമാത്രമല്ല കർത്താവേ, പഠിക്കാൻ കഴിയുമോ, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് മാറിപ്പോയി. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന ബോധ്യത്തിൽ പഠിച്ചു മുന്നേറുവാൻ, ഏറ്റെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുപോലെ കർത്താവെ, ഞങ്ങൾ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ വിവാഹം തക്ക സമയത്ത് നടക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. റിബലിയൻ സ്പിരിറ്റിനാൽ ആമേൻ പിടിക്കപ്പെട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ, ആമേൻ ബന്ധുക്കളെ അനുസരിക്കാതെ, സഭായോഗത്തിൽ വരാതെ, ആമേൻ ദൈവത്തിൽ നിന്ന് അകന്നു നടക്കുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ ദിവസങ്ങളിൽ കർത്താവിലേക്ക് മടങ്ങി വരുവാനും, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാനും, ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിപ്പാനും കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. 10th ഗ്രേഡുകാരെ ഞങ്ങൾ ഓർക്കുന്നു, 12th ഗ്രേഡുകാരെ ഓർക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചർച്ചുകളിലും ആത്മശക്തി വ്യാപരിക്കട്ടെ, ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. വലിയ ദൈവകൃപയെ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം.
ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിന് നന്ദി, ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളോടൊപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. അതുപോലെ നാളെ മാസാരംഭ സ്തോത്ര പ്രാർത്ഥന വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്കുണ്ടായിരിക്കും. എല്ലാവരും ഈ 2 മീറ്റിങ്ങുകളിലും പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപ ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. ഇതാണ് തിരുവചനത്തിൽ പറയുന്നത്. വചനം കേട്ടുകൊണ്ട് നമ്മളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായും ഇരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനം കേട്ടത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല, അത് നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. അപ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നത്. വചനം കേൾക്കുന്ന ആളിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ. അപ്പോൾ വചനം കേട്ടിട്ട് അത് തന്നെക്കുറിച്ച് പറഞ്ഞ വചനമാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ കേട്ടിട്ട് അത് അതുപോലെ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അതിനെ എങ്ങനെ ആയിരിക്കുന്നു? അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അപ്പോൾ ഒരാൾ രാവിലെ എഴുന്നേറ്റ് തൻ്റെ മുഖം കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആ മുഖത്തിൽ ആമേൻ എന്തുണ്ടോ അത് വിശ്വസിക്കാതെ, അല്ലെങ്കിൽ മുഖത്തോട് മുഖം നോക്കിയിട്ട് അത് കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. അപ്പോൾ ദൈവവചനമെന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിൻ്റെ കണ്ണാടിയാണ്. ഞാൻ ആരാണ്? ക്രിസ്തുവിൽ വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ. ദൈവവചനത്തിലേക്ക് നോക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിൽ ആരാകുന്നു എന്നുള്ള ബോധ്യം എനിക്ക് വരുന്നത്. അപ്പം നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിൻ്റെ നീതിമാന്മാരായി തീർന്നു എന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാണ്. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി. പിന്നെ ഞാൻ പാപിയാണെന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. പിന്നെ ഞാൻ ആരാണെന്നുള്ള ബോധ്യം വേണം. ഞാൻ ദൈവത്തിൻ്റെ നീതിമാനാണ്, നീതീകരിക്കപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യമാണ് നമുക്കിനി അവിടെ വേണ്ടത്. അത് മറന്നുപോയി. തിരുവചനം വായിച്ചു ആമേൻ, യേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനായി തീർന്നു എന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പറയുക, കർത്താവേ ഞാൻ പാപിയാ. പിന്നെ നമ്മൾ നീതീകരിക്കപ്പെട്ട ഞാൻ ആ നീതീകരണത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നതിന് തുല്യമാണ്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ എന്നാ ഞാൻ മനസ്സിലായി, എൻ്റെ മേലൊരു സൂപ്പർ നാച്ചുറൽ എനർജി വ്യാപരിക്കുന്നുണ്ട്. കാരണം എന്നെ ശക്തനാക്കുന്നത് നോട്ട് മാൻ പവറല്ല, ഹ്യൂമൻ പവറിലല്ല, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശുവാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അത് ഞാൻ ഡിക്ലെയർ ചെയ്യുവാനും അത് വിശ്വസിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞാൻ തയ്യാറായില്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി സ്വാഭാവിക മുഖം കണ്ട് മറന്നുപോയ വ്യക്തിക്ക് തുല്യമായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനം വായിക്കുകയും കേൾക്കുകയും മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. സത്യവചനം കേൾക്കുകയും അതിനോട് എന്ത് ചെയ്യണം? പ്രതികരിക്കുകയും ചെയ്യണം. പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കിയിട്ട് മറന്നു പോകുന്ന ആളിന് തുല്യമായിത്തീരുന്നു. അതുകൊണ്ട് ദൈവവചനം കേൾക്കുകയും വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രതിഫലം അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ, അവൻ സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ള ദൈവവചനം വായിച്ചു. പക്ഷേ നമ്മുടെ കോപം ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്വാഭാവിക മുഖത്തെ കണ്ടിട്ട് മറന്നുപോയി. ദൈവവചനം പറയുന്നു, ദൈവ പൈതൽ കോപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ദൈവവചനം പറയുന്നു, ദൈവ പൈതൽ ക്ഷമിക്കുന്നവനായിരിക്കണം. ദൈവവചനം പറയുന്നു, ദൈവ പൈതൽ സ്നേഹിക്കുന്നവനായിരിക്കണം. ഇതൊക്കെ വായിച്ചിട്ട് മാത്രം കാര്യമില്ല, കേട്ടിട്ട് മാത്രം കാര്യമില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ദൈവവചനത്തിലെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ വർഷം 2025 അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് വിശ്വസിക്കുകയും നമ്മളത് പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നത്. കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ. തിരുവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മൾ ആരെന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവോട് ആ ബോധ്യത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ്
and highly favored. God bless you. God bless you. God bless you. We are blessed. We are really blessed. We are highly blessed, highly favored in Jesus' name. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറയാം. മറന്നു പോകല്ലോ. രാവിലെ മീറ്റിംഗ് ഉണ്ട്, പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 28 ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗ